അടുത്ത നമുക്ക് നോക്കാനുള്ളത് ജനറേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽസ്. അതായത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ രണ്ട് മോഡുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വയർ ലോ മോഡുലേറ്റർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്വിച്ചിങ് മോഡുലേറ്റർ. അപ്പം എം ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ഏതാണ്? സ്ക്വയർ ലോ മോഡുലേറ്ററും പിന്നെ സ്വിച്ചിങ് മോഡുലേറ്ററും. അത് അറിഞ്ഞിരിക്കാൻ, കാരണം ചിലപ്പം MCQല് തന്നെ അങ്ങനെ ചോദിക്കാം. കുറെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിലെ എം ജനറേഷൻ സിഗ്നൽസിന്റെ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മോഡുലേറ്റർ ആണെന്ന് ചോദിക്കാം. അറിഞ്ഞിരിക്കാം സ്ക്വയർ ലോ മോഡുലേറ്ററും പിന്നെ സ്വിച്ചിങ് മോഡുലേറ്ററും ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്ക്വയർ ലോ മോഡുലേറ്റർ. സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ ദർശിക്കുന്നത്. സ്ക്വയർ ലോ മോഡുലേറ്ററിൽ ആദ്യം എന്താ ചെയ്തേക്കുന്നത്? ഇത് സമ്മിങ് ആണ് അല്ലെ. ഈ സമ്മിങ് സെക്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബേസിക്കലി മോഡുലേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തേക്കുന്നത്. ഇപ്പൊ മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെ സിഗ്നൽസ് വേണം. ഒരു കാരിയർ സിഗ്നലും വേണം, പിന്നെ അതുപോലെ എന്ത് വേണം? കാരിയർ സിഗ്നൽ വേണം, പിന്നെ മോഡുലേറ്റഡ് സിഗ്നൽ വേണം. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെക്ഷനിലോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോഡുലേറ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും V1 എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു സ്ക്വയർ ലോ ഡിവൈസിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വയർ ലോ ഡിവൈസിന്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? അതൊരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിനെ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? പാസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് അലൗസ് ഓൺലി എ സർട്ടൺ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ടു പാസ് ത്രൂ ഇറ്റ്. അതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് SFT എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഓഫ് സ്ക്വയർ ലോ മോഡുലേറ്റർ SFTയുടെ ഫോർമുല അറിഞ്ഞിരിക്കുക. K1 AC 1 plus 2 K2 by K1 M of t cos 2 pi FCT. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ ഇക്വേഷൻ. SFT is equal to K1 AC 1 plus 2 K2 by K1 M of t cos 2 pi FCT. ഇനി നമ്മൾ ഈ ഇക്വേഷനെ നമ്മുടെ AM വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുക. SFT is equal to AC into 1 plus KA M of t cos 2 pi FCT. അതിൽ KA എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എന്താ പറയാ, ഈ KAയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? 2K2 by K1 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ AC എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്കെയിൽഡ് ബൈ എ ഫാക്ടർ ഓഫ് K1 അല്ലേ? ഇതാണ് ഔട്ട്പുട്ട് ഓഫ് എ സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ ഇക്വേഷൻ. ഇത് നമ്മുടെ AM വേവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? K എന്ന് പറയുന്നത് എന്താണ്? 2K2 by K1 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ പറയാ, നമ്മുടെ സ്ക്വയർ ലോ മോഡുലേറ്ററിൽ AC സ്കെയിൽഡ് ബൈ എ ഫാക്ടർ ഓഫ് K1. ഇതുവരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സ്വിച്ചിങ് മോഡുലേറ്റർ എന്താണെന്ന് നോക്കാം. ഈ സ്വിച്ചിങ് മോഡുലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് സിമിലർ ടു ദ സ്ക്വയർ ലോ മോഡുലേറ്റർ. ഇതിന്റെ ഡിഫറൻസ് ബേസിക്കലി എന്താന്ന് വെച്ചാല്, നമ്മുടെ സ്ക്വയർ ലോ മോഡുലേറ്ററിലാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് എന്ന് പറയുന്നത് നോൺ ലീനിയർ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സ്ക്വയർ ലോ മോഡുലേറ്ററിലാണെങ്കിൽ ഡയോഡ് എന്ന് പറയുന്നത് നോൺ ലീനിയർ മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം സ്വിച്ചിങ് മോഡുലേറ്ററിലാണെങ്കിൽ ഡയോഡ് ഒരു ഐഡിയൽ സ്വിച്ചിലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ കേസിലാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഡയോഡ് എന്ന് പറയുന്നത് നോൺ ലീനിയർ മോഡലിലായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഡയോഡ് ഐഡിയൽ സ്വിച്ച് ആയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചല്ലോ, അതുപോലെ സിമിലർ തന്നെയാണ് ഇവിടെയും അതിന്റെ വർക്കിംഗ് വരുന്നത്. ആദ്യം എന്താണ്? മോഡുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കാരിയർ സിഗ്നലും പിന്നെ അതുപോലെ നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ കൊടുത്തു. ഇതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അത് നമ്മളൊരു സ്വിച്ചിങ് ഡയോഡിലായിട്ട് കൊടുക്കും. ഈ സ്വിച്ചിങ് ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സ്വിച്ച് പോലെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
v2 of t. അതിൽ നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്? ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? അതൊരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെ മാത്രം അത് എന്ത് ചെയ്യുക? പാസ് ചെയ്യും. അപ്പം ഈ സ്വിച്ചിങ് മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് ഈ എസ് എഫ് ടി എന്ന് പറയുന്നത്. ഇനി എസ് എഫ് ടിയുടെ വാല്യൂ അറിഞ്ഞിരിക്കുക. അതായത് ഔട്ട്പുട്ട് ഓഫ് സ്വിച്ചിങ് മോഡുലേറ്റർ എസ് എഫ് ടി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അതായത് എന്ത് വരും? എസ് എഫ് ടി ഈസ് ഈക്വൽ ടു എ സി ബൈ ടു 1 പ്ലസ് 4 ബൈ പൈ എ സി എം ഓഫ് ടി കോസ് 2 പൈ എസ് സി ടി. ഔട്ട്പുട്ട് ഓഫ് സ്വിച്ചിങ് മോഡുലേറ്ററിന്റെ വാല്യൂ എന്താണ്? എസ് എഫ് ടി ഈസ് ഈക്വൽ ടു എ സി ബൈ ടു 1 പ്ലസ് 4 ബൈ പൈ എ സി എം ഓഫ് ടി കോസ് 2 പൈ എഫ് സി ടി. ഇനി ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ എ എം വേവ് ഉണ്ടല്ലോ, അതിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത്. എസ് എഫ് t is equal to AC into 1 plus KA M of t cos 2 pi FCT. അപ്പം ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി കെയുടെ വാല്യൂ എന്ത് കിട്ടും? കെ എ വിൽ ബി എന്താ? 4 ബൈ പൈ എ സി അല്ലെ? ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കെയുടെ പ്ലേസിലല്ലേ ഇവിടെ ഇത് വന്നേക്കുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? കെ ഇസ് ഇക്വൽ ടു 4 ബൈ പൈ എ സി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ഇക്വേഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്വിച്ചിങ് മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് ഇക്വേഷനും സ്ക്വയർ ലോ മോഡുലേറ്റർ ഔട്ട്പുട്ട് ഇക്വേഷനും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മൾ നോക്കിയത് എ എം മോഡുലേഷൻ ടെക്നിക്ക്, അതായത് ജനറേഷൻ ഓഫ് എ എം സിഗ്നൽസ് ആണ് അല്ലെ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എ എം ഡിമോഡുലേഷൻ ടെക്നിക്സ് ആണ്. അതായത് നമ്മുടെ എ എം സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡിമോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിന് നമ്മൾ ഒറിജിനൽ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യണം? റിക്കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമോഡുലേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കണം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനെയാണ് നമ്മൾ എ എം ഡിമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ എ എം ഡിമോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ഡിമോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എ എം ഡിമോഡുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്ക്വയർ ലോ ഡിമോഡുലേറ്ററും മറ്റത് എൻവലപ്പ് ഡിറ്റക്ടറും. എ എം ഡിമോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടെക്നിക്സ് ആണ്? ഒന്ന് സ്ക്വയർ ലോ ഡിമോഡുലേറ്ററും രണ്ടാമത്തത് എൻവലപ്പ് ഡിറ്റക്ടർ. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ. സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ ഈസ് യൂസ്ഡ് ടു ഡിമോഡുലേറ്റ് ലോ ലെവൽ എ എം വേവ്സ്. അതായത് ലോ ലെവൽ എ എം വേവ്സിനെ ഡിമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ. സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്? ലോ ലെവൽ എ എം വേവ്സിനെ ഡിമോഡുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ ലോ ഡിമോഡുലേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻകമിങ് എ എം വേവിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ക്വയർ ലോ ഡിവൈസിലോട്ട് കൊടുക്കും. ഈ സ്ക്വയർ ലോ ഡിവൈസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലോ പാസ് ഫിൽറ്ററിലോട്ട് കൊടുക്കും. ലോ പാസ് ഫിൽറ്ററിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഒരു സ്ക്വയർ ലോ ഡിമോഡുലേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയും നമ്മൾ എന്താ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് എ എം വേവിന്റെ ഇക്വേഷൻസ് അതറിയാലോ. ഇപ്പം ഇസ് ഇൻറ്റു 1 പ്ലസ് കെ എം ഓഫ് ടി കോസ് 2 പൈ എഫ് സി ടി. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിമോഡുലേറ്റഡ് സിഗ്നലിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇതിലെന്ന് പറയുന്നത് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ പാസിംഗ് ദ എബോവ് സിഗ്നൽ ത്രൂ എ ലോ പാസ് ഫിൽറ്റർ. അതായത് നമ്മുടെ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ, അതായത് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ നമ്മുടെ എ എമ്മിനെ ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ആ ഒരു ഈ ഒരു ഇതിൽ കണ്ടല്ലോ, നമ്മൾ ലോ പാസ് ഫിൽറ്ററിലൂടെ നമ്മൾ പാസ് ചെയ്തപ്പോഴല്ലേ നമ്മുടെ ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ നമ്മൾ റിക്കവർ ചെയ്ത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ഇവിടെ ഒരു K2/AC² എന്നുള്ള ഇതായത് ഈ ഒരു ടേം ഉണ്ടല്ലോ, K2 AC²/2, ഇതെന്ന് പറയുന്ന ഒരു DC കമ്പോണന്റ് ആണ്. ഈ DC കമ്പോണന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു കപ്ലിംഗ് കപ്പാസിറ്ററിന് യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ DC കമ്പോണന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മള് സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എൻവലപ്പ് ഡിറ്റക്ടർ ആണ്. എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ഓർ ഡിമോഡുലേറ്റ് ഹൈ ലെവൽ AM വേവ്സ്. നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ എന്തായിരുന്നു, അത് ലോ ലെവൽ AM വേവ്സിനെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഹൈ ലെവൽ AM വേവ്സിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്, envelope detector ആണ്. envelope detector is used for demodulating high level AM waves. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻകമിങ് AM വേവിനെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു ഡയോഡിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഡയോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡയോഡിന്റെ ഔട്ട്പുട്ട് ഒരു ലോ പാസ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലോ പാസ് ഫിൽറ്ററിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ റിക്കവർ ചെയ്തെടുക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോ പാസ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നത്. ഈ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. ഇവിടെ മെയിൻ AM വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്ന എലമെന്റ് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഡയോഡാണ്. അപ്പം ഇവിടെ നമ്മുടെ AM വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാലോ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാല്, ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് AM വേവിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഡയോഡ് ഓൺ ആവും. അപ്പൊ ഡയോഡ് ഓൺ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യല്ലേ. കപ്പാസിറ്റർ ഏതൊരു ചാർജ് ചെയ്യും, നമ്മുടെ AM വേവിന്റെ പീക്ക് വാല്യൂ വരെ എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇനി എപ്പോഴാണോ നമ്മുടെ AM വേവിന്റെ വാല്യൂ ഈ ഒരു പീക്ക് വാല്യൂവിനെ കാട്ടിയും കുറയുക, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസ് ആവും. അപ്പൊ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ റെസിസ്റ്റർ വഴി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത്, അതായത് നെഗറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ആയിരിക്കും നടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു പ്രോസസ്സിങ്ങിന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു എൻവലപ്പ് ഡിറ്റക്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, അതായത് DSB-FC എന്ന് പറയും. ഇത്രയും നേരം നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ജനറേഷനും അതിന്റെ ഡിമോഡുലേഷനും ആണ് പഠിച്ചത്. ഇനി അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ വേവ് ആണ്. അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ ആ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് കാരിയർ വേവ് മാത്രമല്ല കാണാൻ പറ്റുന്നത്. ആ കാരിയർ വേവിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് രണ്ട് സൈഡ് ബാൻഡ്സ് കാണും. അതാണ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, പിന്നെ അതുപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പം നമ്മുടെ മോഡുലേറ്റഡ് വേവിന്റെ ഇൻഫർമേഷൻസ് കൂടുതൽ ഉണ്ടാകുന്നത് സൈഡ് ബാൻഡ്സിലാണ്. ഈ സൈഡ് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നത്തിങ് ബട്ട് എ സർട്ടൻ ബ്രാൻഡ് ഓഫ് ഫ്രീക്വൻസീസ്. അപ്പം ആ സർട്ടൻ ബ്രാൻഡ് ഓഫ് ഫ്രീക്വൻസീസിൽ പവർ ഉണ്ടാവും, which are lower and high frequencies of the carrier frequency. But the transmission of a signal which contains a carrier along with two sidebands can be termed as double sideband full carrier system or simply DSB-FC. ഇപ്പൊ DSB-FC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാരിയർ സിഗ്നലിന്റെ കൂട്ടത്തില് നമുക്ക് രണ്ട് സൈഡ് ബാൻഡ്സിനെയും കൂടെ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മൂന്നും കൂടെ ചേർത്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ മോഡുലേഷൻ എന്ന് പറയും. അതായത് കാരിയർ സിഗ്നലിന്റെ കൂടെ നമ്മുടെ രണ്ട് സൈഡ് ബാൻഡ് സിഗ്നൽസും കൂടെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെക്ട്രം എന്ന് പറയുന്നത്. കണ്ടോ, FC എന്ന് പറയുന്ന ഇത്, പിന്നെ FCയുടെ
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് എന്തുണ്ട്? സൈഡ് ബാൻഡ്സ് ഉണ്ട്. ഇതാണ് ലോവർ സൈഡ് ബാൻഡ് FC-FM. ഇതാണ് നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ് FC+FM. ഇത് മൂന്നും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DSP-FC ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ. ഈ പേരിൽ തന്നെ ഓൾമോസ്റ്റ് അത് എന്താണെന്നുള്ളതുണ്ട്. ഇപ്പൊ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിന് രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ആണല്ലോ. അപ്പം നമ്മൾ ഈ സൈഡ് ബാൻഡ്സിനെ സപ്രസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ മോഡുലേഷൻ എന്ന് പറയും. അതിന്റെ വേവ് ഫോം ആണ് ഇത്. അതായത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ കാരിയറിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് ട്രാൻസ്മിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒന്നത് പവർ വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ സിസ്റ്റം, അതിൽ നമ്മൾ കാരിയർ സപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സേവ്ഡ് പവറിന് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് സൈഡ് ബാൻഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡബിൾ സപ്രസ് കാരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുന്നതിന്റെ സ്പെക്ട്രം ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ? നമ്മുടെ FC എന്നുള്ള ആ ഒരു കാരിയർ ഫ്രീക്വൻസി അതിനെ എന്ത് ചെയ്യാണ്? സപ്രസ് ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം സൈഡ് ബാൻഡ്സ് ആണ് നമ്മുടെ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കാരിയർ സപ്രസ് ആൻഡ് സൈഡ് ബാൻഡ്സ് ആർ അലൗഡ് ഫോർ ട്രാൻസ്മിഷൻ. അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ എന്ന് പറയുമ്പോഴത്തേക്കും കാരിയർ സിഗ്നലും സൈഡ് ബാൻഡ്സ് ഈ മൂന്നെണ്ണം കൂടി ചേർന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ എന്ന് പറയുമ്പോൾ കാരിയർ സിഗ്നലിനെ നമ്മൾ അവിടെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് സൈഡ് ബാൻഡ്സിനെ മാത്രമായിരിക്കും നമ്മൾ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ ബാൻഡ്വിഡ്ത്തിന്റെ ഒക്കെ ഇക്വേഷൻ ആണ്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം Fmax മൈനസ് Fmin. ഇനി DSB-SC മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ ആണിത്. SFT is equal to AM AC cos 2π FMT cos 2π FCT. പിന്നെ നമ്മുടെ രണ്ട് നമുക്കറിയാം നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് ആണ് അല്ലെ? അപ്പൊ രണ്ട് സൈഡ് ബാൻഡ്സിന്റെ ടേംസിൽ നമ്മൾ SFT-നെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും: AM/AC/2 cos 2π FC plus FM into T plus AM/AC/2 cos 2π FC minus FM into T. അപ്പൊ രണ്ട് സൈഡ് ബാൻഡ്സിന്റെ ടേംസിൽ നമ്മൾ SFT-നെ നമ്മൾ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു ആണല്ലോ. അപ്പൊ ഇതിലെ മാക്സിമം മിനിമം ഫ്രീക്വൻസീസ് ആണ് FC plus FM ആണ് മാക്സിമം ഫ്രീക്വൻസി, FC minus FM മിനിമം ഫ്രീക്വൻസി. Fmax എന്ന് പറയുന്നത് FC plus FM and Fmin is FC minus FM. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാൻഡ്വിഡ്ത്ത് എന്ത് പറ്റും? ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2F. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു DSB-SCയുടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്തും 2FM ആയിരുന്നു. DSB-SCയുടെ ബാൻഡ്വിഡ്ത്തിന്റെ ഫോർമുല എന്താണ്? 2FM. ഓക്കെ, ഇപ്പൊ ഫോർമുലാസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത DSB-SC വേവിന്റെ പവർ കാൽക്കുലേഷൻ ആണ്. SFT is equal to AM/AC/2 cos 2π FC plus FM into T plus AM/AC/2 cos 2π FC minus FM into T. അപ്പം ഇവിടെ ഒരു DSB-SC വേവിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പവർ വിൽ ബി ദ സം ഓഫ് ടു സൈഡ് ബാൻഡ്സ്. അതായത് അപ്പർ സൈഡ് ബാൻഡിന്റെ പവറും ലോവർ സൈഡ് ബാൻഡ് പവറിന്റെയും സം ആയിരിക്കും ടോട്ടൽ പവർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു പവറിന്റെ ഫോർമുലയാണ് VM/√2 ഹോൾ സ്ക്വയർ ബൈ R. അങ്ങനെയാണെങ്കിൽ അപ്പർ സൈഡ് ബാൻഡിന്റെ പവറിന്റെ ഇക്വേഷൻ എന്ത് വരും? നമുക്ക് ഈ VM എന്ന് പറയുന്നത് നമുക്കറിയാം AM/AC/2 ആണല്ലോ. അപ്പൊ അതങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? AM² AC² 8. ഇതാണ് എന്താ നമ്മുടെ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയുടെ പവർ എന്ന് പറയുന്നത്. AM² AC² 8. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലോവർ സൈഡ് ബാൻഡിൻ്റെതും അപ്പർ സൈഡ് ബാൻഡിൻ്റെതും ഏകദേശം സെയിം തന്നെയായിരിക്കും.
അപ്പൊ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും AM²AC² പ്ലസ് AM²AC² കാരണം എന്താ DSP/SC കേസിൽ അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡ് രണ്ടിന്റെയും പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും AM²AC²4R. അതായത് ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഒരു DSB/SC വേവിന്റെ കേസില് പവർ എന്ന് പറയുന്നത് രണ്ട് സൈഡ് ബാൻഡ്സിലും ഈക്വലി ഡിവൈഡ് ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റഡ് പവർ അല്ലെങ്കിൽ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്താണ് AM²AC²4R. ഈ ഫോർമുലാസ് എല്ലാം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതുവരെ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ജനറേഷൻ ഓഫ് DSB/SC, അതായത് നമ്മുടെ DSB/SC സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മോഡുലേറ്റർ. പ്രോഡക്റ്റ് മോഡുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേരിൽ തന്നെയുണ്ട്. എന്താ ചെയ്യുന്നത്, നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലും കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാരിയർ സിഗ്നലും കൊടുക്കുന്നുണ്ട്. അതൊരു മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മോഡുലേറ്റർ ആണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൊടുക്കുന്ന രണ്ട് സിഗ്നൽസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, M(t cos omega CT). ഇത് അതിന്റെ ഒരു ഇക്വേഷൻ ആണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇത് ഓർമ്മിക്കുക, പൈ AC AM/2 del omega minus omega C plus omega m plus del omega plus omega m minus omega plus del omega minus omega C minus omega m plus del omega plus omega C plus omega m. പിന്നെ ഇത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ് കാരിയർ, അതിന്റെ സ്പെക്ട്രം ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പെക്ട്രം വരച്ചേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മെയിൻ, ഇത് ഇപ്പുറത്ത് എന്താ നമ്മുടെ സൈഡ് ബാൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQs നോക്കാം. ഇതുവരെ പഠിപ്പിച്ചതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A modulating signal is a square wave as shown in the figure. If the carrier wave is given as C of t is equal to 2 sin 8 pi t volts, the modulation index is. ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ ആണ് അല്ലെ. മ്യൂ ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാം, AM/AC. അപ്പം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, AC-യുടെ വാല്യൂ, അതായത് നമ്മുടെ ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ അറിയാം അല്ലെ. കാരണം ക്യാരിയർ സിഗ്നലിന്റെ എന്താ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാരിയർ സിഗ്നലിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ AC-യുടെ വാല്യൂ ആണ് അല്ലെ, ക്യാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ ആണ്. AC എന്ന് പറയുന്നത് 2 എന്നറിയാം. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം, AM-ന്റെ വാല്യൂ ആണ് അല്ലെ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡുലേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ AM-ന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടും, ഈ വേവ് ഫോമിന് കിട്ടും അല്ലെ. ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൽ നിന്ന് നമ്മുടെ AM-ന്റെ വാല്യൂ എന്താണ്, 1. അപ്പം AM-ന്റെ വാല്യൂ അറിയാം, AC-യുടെ വാല്യൂ അറിയാം. എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ മ്യൂസിക്കൽ ടു 1/2 എന്ന് പറയും. മനസ്സിലായല്ലോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബാലൻസ് മോഡുലേറ്റർ പ്രൊഡ്യൂസസ് ഡാഷ്. എന്താണ് ബാലൻസ് മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DSB ആയിരിക്കും, ഡബിൾ സൈഡ് ബാൻഡ് DSB സിഗ്നൽ ആയിരിക്കും ബാലൻസ് മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, calculate the power in a DSB/SC signal when the modulation is 60% with a carrier power of 600 watt. ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, പവർ ആണല്ലേ. പവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് പറഞ്ഞിരിക്കുന്നത്. പവറിന്റെ ഫോർമുല നമുക്കറിയാം, PT = PC × 1 + m²/2 അല്ലെ. അപ്പം ഇവിടെ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്, ക്യാരിയർ പവർ PC തന്നിട്ടുണ്ട് അല്ലെ. PC തന്നിട്ടുണ്ട് എന്താ 600 വാട്ട്. പിന്നെ അതുപോലെ തന്നെ M-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, 60%. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമ്മള് ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 600 × 0.6 എന്ന് വരും അല്ലെ. 60യുടെ പെർസെന്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.6 വരും. 0.6² കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 108 വാട്ട് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ആൻസർ. ആൻസർ C ആണ് ഇവിടെ കറക്റ്റ്, 108 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്.
The minimum antenna height required for transmission in reference to wavelength lambda is. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ആന്റിന ഉണ്ടല്ലോ, ആ ആന്റിനയ്ക്ക് ആവശ്യമുള്ള മിനിമം ആന്റിന ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് നീഡ് ഫോർ മോഡുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മോഡുലേഷൻ വഴി നമ്മൾ എന്താ ചെയ്യുന്നത്, ആന്റിനയുടെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ the minimum antenna height required for the transmission in reference to the wavelength lambda is, correct answer എന്ന് പറയുന്നത് lambda by 4 ആണ്. ഈ വാല്യൂ അറിഞ്ഞിരിക്കുക. മിനിമം ആന്റിന ഹൈറ്റ് റിക്വയർഡ് ഫോർ ട്രാൻസ്മിഷൻ ഇൻ റെഫറൻസ് ടു വേവ്ലെങ്ത് ലാംഡ ഈസ് ലാംഡ ബൈ 4. അടുത്ത എം മോഡുലേഷൻ ടെക്നിക്സ് ആർ. ഏതാണ് ഇതില്? എം ഡിമോഡുലേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ് ഇതില്? എം ഡിമോഡുലേഷൻ ടെക്നിക്സ് നമുക്കറിയാം. ഏതാ? സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ ആൻഡ് എൻവലപ്പ് ഡിറ്റക്ടർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് അല്ലേ? എം ഡിമോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ ആൻഡ് എൻവലപ്പ് ഡിറ്റക്ടർ. അതേസമയം എം മോഡുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതോ ഏതാ? സ്വിച്ചിങ് മോഡുലേറ്ററും സ്ക്വയർ ലോ മോഡുലേറ്ററും. എം ഡിമോഡുലേഷൻ യൂസ് ചെയ്യുന്ന സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ ആൻഡ് എൻവലപ്പ് ഡിറ്റക്ടർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. At the last question, pilot carrier is option A used with DSB SC signal, option B a small carrier transmitted with the modulated signal, option C used for synchronization with local carrier at the receiver, option D all of the above. Correct answer എന്ന് പറയുന്നത് all of the above ആണ്. അതായത് നമ്മുടെ പൈലറ്റ് കാരിയർ എന്ന് പറയുന്നത് നമ്മുടെ DSB SC സിഗ്നലിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നലിൽ നമ്മളൊരു സ്മോൾ കാരിയർ സിഗ്നലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ, അതായത് നമ്മൾ റിസീവർ സെക്ഷൻ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാരിയർ സിഗ്നലിന്റെ ആ ഒരു ഇത് ഫ്രീക്വൻസി ആയിട്ട് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കിയത് മെയിൻലി മോഡുലേഷൻ എന്താണെന്നുള്ളതാണ്, പിന്നെ നീഡ് ഫോർ മോഡുലേഷൻ, പിന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണ്, ഫേസ് മോഡുലേഷൻ എന്താണ്, ഈ മൂന്നെണ്ണത്തിന്റെ ഡെഫിനേഷൻ നോക്കിയായിരുന്നു. പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്ന് നമ്മൾ നോക്കി. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ ജനറേഷനും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിമോഡുലേഷൻ ടെക്നിക്സ് നോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ DSB SC നോക്കി. പിന്നെ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് MCQസും ആണ് നോക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ സോ താങ്ക് യു. മിസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?